അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹ് വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹിൽ അജ്മഈൻ. അമ്മാ ബഅദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നല്ലാഹ് റബ്ബി ഇശ്റഹ് ലി സ്വദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹൂനൽ ഖൗലി. യാ റബ്ബി ബിൽ മുസ്തഫാ ബല്ലിഗ് മഖാസിദനാ വഗ്ഫിർ ലനാ മാ മളാ. യാ വാസിഅൽ കറമി ചൊല്ല് മൗലായ സല്ലി വസാം ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഹൽഖി കുല്ലിഹിം. ബഹുമാനപ്പെട്ട ഉസ്താദ്മാരെ, അതുപോലെ ഇവിടെ ഇരിക്കുന്ന മുതഹല്ലിം സുഹൃത്തുക്കളെ, ഞങ്ങൾ ഇന്ന് ഒരുമിച്ച് കൂടിയത് കൊല്ലത്തിൽ നടക്കുന്ന ഇസ്തിഫ എന്ന വേദിയിലാണ്. ഇന്നത്തെ വിഷയം എന്നാൽ മരണത്തിൻ്റെ ശേഷമുള്ള ഓരോ ജീവിതത്തിൻ്റെ കുറിച്ച് പറഞ്ഞു തരാം. നാഥനായ റബ്ബ് സുബ്ഹാനഹു തആല തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. മരണത്തിൻ്റെ ഓരോ വേദനയുണ്ടെന്ന് എല്ലാവർക്കും അറിയാം. കാരണം അള്ളാഹിൻ്റെ പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞത് ഒരു മനുഷ്യനും സംശയമില്ലല്ലോ മരിക്കാനുണ്ട് എന്ന് ഉറപ്പാണ്. മരണമുണ്ട് എന്നെല്ലാവരും ഒരു ദിവസവും മരിക്കേണ്ടവരാണല്ലോ. അതാ അള്ളാഹിൻ്റെ പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞത് കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത്. എല്ലാ ശരീരവും മരണത്തിൻ്റെ രുചിയും നോക്കുന്നതാണ്. അള്ളാഹിൻ്റെ പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞത് വിശ്വസിക്കാനല്ലാത്ത മറ്റൊരു വശവുമില്ലല്ലോ. മരിച്ചോർ പിന്നെ തിരിച്ചിട്ട് പറഞ്ഞിട്ടില്ലല്ലോ. മരണത്തിൻ്റെ വേദനയുണ്ടെന്ന് അള്ളാഹിൻ്റെ പരിശുദ്ധമായ ഖുർആൻ പറയുന്നത് നമ്മളെല്ലാവരും അനുഭവിക്കേണ്ടവരാണല്ലോ. പ്രിയപ്പെട്ട പെങ്ങൾ ഉസ്താദേ, പ്രസവ വേദന ഉണ്ടല്ലോ, അതൊരു വല്ലാത്തൊരു വേദനയാണ്. മരണത്തിൻ്റെ ചേർത്ത് പറയുന്ന വേദനയാണ് പെങ്ങളെ. ഉസ്താദേ, മരണത്തിൻ്റെ ചേർത്ത് പറയുന്ന വേദനയാണ് പെങ്ങളെ. ഓപ്പറേഷൻ്റെ തിയേറ്ററിൻ്റെ ഉൾഭാഗത്തിൽ നിന്ന് ഒരു ഡോക്ടറും 3 നഴ്സുമാരും ചുറ്റുഭാഗത്തിൽ നിന്ന് നിന്റെ കൈയിനെയും കാലിനെയും പിടിച്ചപ്പോൾ അതാ ആ വേദനവും പോലും നിനക്ക് സഹിക്കാൻ പറ്റില്ലല്ലോ. എങ്കിലും മരണത്തിൻ്റെ രംഗവും എങ്ങനെയായിരിക്കുമോ? അള്ളാഹുവിൻ്റെ റസൂൽ പറയുകയാണ്, 70,000 മലക്കുകൾ നേതൃത്വമായി ഒരു പടവും ഇറങ്ങി വരികയാണ്. 70,000 മലക്കുകൾ നേതൃത്വമായി മലക്ക് മൗത്ത് അസ്രായീൽ അലൈഹിസ്സലാം 70,000 മലക്കുകൾ നേതൃത്വമായി ഒരു സൈന്യം വരുന്നതാണ്. എന്തിനാണ് വരുന്നത്? പാവിയായ എൻ്റെയും നിങ്ങളുടെയും റൂഹിനെ പിടിക്കാൻ. പടച്ചവനെ, ആരോഗ്യമുള്ള ഒരു മനുഷ്യനും കൈയിനൊത്ത് തലയിലേക്ക് അടിച്ചാൽ ആ വേദനവും പോലും നിനക്ക് സഹിക്കാൻ പറ്റില്ലല്ലോ. അതാ റോഡിലോട് പോകുമ്പോൾ അതാ നിന്റെ കാലിലേക്ക് ഒരു കല്ലടിച്ചാൽ ആ വേദനവും പോലും നിനക്ക് സഹിക്കാൻ പറ്റില്ലല്ലോ. പടച്ചവനെ, ആരോഗ്യമില്ലാത്ത എൻ്റെയും നിന്റെയും റൂഹിനെ പിടിക്കാൻ വേണ്ടി 70,000 മലക്കുകൾ വരുന്നെന്ന് അള്ളാഹിൻ്റെ പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞത്. ആ രംഗമെന്ന് ചിന്തിക്കാതെ എല്ലാ കാണുന്ന ഒരു രംഗമുണ്ടല്ലോ, നീ നിന്റെ കണ്ണുകൊണ്ട് കാണുമെന്നങ്ങനെയാണ് പറഞ്ഞത്. നീ എത്ര വലിയ കൊലക്കാരാണെങ്കിലും ശരി, നീ നിന്റെ കണ്ണുകൊണ്ട് കാണുമെന്നങ്ങനെയാണ് പറഞ്ഞത്. അള്ളാന്റെ പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞത് നീ നിന്റെ കണ്ണുകൊണ്ട് കാണുമല്ലോ. അതാ നീ പിടങ്ങി താഴെ വീഴുകയാണ്. മലക്കു മൗത്തിനെയും തൻ്റെ അനുയായികളെയും കാണുമ്പോൾ നീ പിടങ്ങി താഴെ വീഴുകയാണ്. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മഹാനായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മസ്ജിദ് നബവിയിൽ നിന്നിട്ട് പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബാമാരോട് മരണത്തിൻ്റെ ശേഷമുള്ള ഓരോ ജീവിതത്തിൻ്റെ കുറിച്ച് പറഞ്ഞു കൊടുക്കുകയാണ്. മരണം പറയുന്നത് വല്ലാത്തൊരു പേടിമാണ്. ആ രംഗത്തെ കുറിച്ച് അസ്രായീൽ അലൈഹിസ്സലാം തൻ്റെ അനുയായികളെയും ഇറങ്ങി വരികയാണ്. ആ വല്ലാത്ത പേടിമായ അവസ്ഥകളെയും കുറിച്ച് മരണത്തിൻ്റെ സാഹചര്യങ്ങളെയും അവിടെ ഉണ്ടാകുന്ന അനുഭവങ്ങളും പ്രവാചകൻ തൻ്റെ സ്വഹാബാക്കളോട് പറഞ്ഞു കൊടുത്തു.
ആ കഴിഞ്ഞ ഇസ്രാഫീൽ എന്ന മലക്ക് സൂറം എന്ന ഊതുമ്പോൾ അതാ ഖബറിൻ പൊട്ടി ജനങ്ങളും ഇറങ്ങി വരികയാണ്. നാളെ അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖബറിന്റെ കോടതിയിലേക്ക് ഹാജരാകുമ്പോൾ അവിടെ നിന്ന് ചോദിച്ചോ മീസാനിനെ കുറിച്ച്, സിറാത്തിനെയും കുറിച്ച്, അള്ളാഹുവിൻ്റെ അസാബുകളെയും നിറച്ച് നരകത്തിനെയും കുറിച്ച്. അള്ളാഹുവിൻ്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രഭാഷണം നടത്തിയിട്ട് വീട്ടിലേക്ക് കടന്നു വരികയാണ്. പ്രിയപ്പെട്ട ഭാര്യയായ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹു, പ്രവാചകന്റെ ഭാര്യമാരിൽ ഏറ്റവും വയസ്സ് കുറഞ്ഞ ഭാര്യയായ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹു വീടിൻ്റെ അകത്തിൽ നിന്ന് പൊട്ടി പൊട്ടി കരയുകയാണ്, തളർന്ന് കിടക്കുകയാണ്. അള്ളാഹുവിൻ്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വീട്ടിലേക്ക് വരികയാണ്. കരഞ്ഞ് കരഞ്ഞ് തളർന്ന് കിടക്കുന്ന പ്രിയപ്പെട്ട ഭാര്യയായ ആയിഷ ബീബി റളിയല്ലാഹു തആലയെ കാണുമ്പോൾ അള്ളാഹുവിൻ്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അടുത്തേക്ക് ഓടി വരികയാണ്. അള്ളാഹുവിൻ്റെ പ്രവാചകൻ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആയിഷ റളിയല്ലാഹു തആലയുടെ തലയിലെടുത്ത് മടിയിൽ വെക്കുകയാണ്. അള്ളാഹുവിൻ്റെ പ്രവാചകൻ ചോദിച്ചോ, ആയിഷ നിനക്ക് എന്താണ് സംഭവിച്ചത്? നീ എന്തിനാണ് കരയുന്നത്? നീ എന്താണ് വിഷമിച്ചത്? നിനക്ക് എന്താണ് സംഭവിച്ചത്? അള്ളാഹുവിൻ്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആയിഷ ബീബി റളിയല്ലാഹു തആലയോട് ചോദിച്ചു, നീ എന്തിനാണ് കരഞ്ഞത്? അവിടെ നിന്ന് പറഞ്ഞത്, യാ റസൂലല്ലാഹ്, അള്ളാഹുവിൻ്റെ നബിയാണെന്ന് സ്വഹാബാക്കളോട് പറഞ്ഞത് മരണത്തിൻ്റെ ശേഷമുള്ള യഥാർത്ഥമായ ഓരോ ജീവിതത്തിൻ്റെ കുറിച്ച് പറയുന്നത് കേട്ടപ്പോൾ അതിനെ ഓർത്തിയിട്ടാണ് ഞാൻ കരഞ്ഞത്. അള്ളാഹുവിൻ്റെ പ്രവാചകനോട് ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹു പറയുമ്പോൾ കരഞ്ഞ് തളർന്ന് കിടക്കുന്ന പ്രിയപ്പെട്ട ഭാര്യ. ഇത്ര പറഞ്ഞിട്ട് എൻ്റെ വാക്ക് നിർത്താൻ. വാഹ്ദാൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.